പ്രാർത്ഥിക്കാം. Appa, Father, you are a great shepherd. Praise the Lord. Hallelujah. None of us came here on our own. Hallelujah. You, as a great shepherd, led your favorite sheep today here to this church. Yes. Hallelujah. On this morning, Hallelujah. on this Friday, Hallelujah. in this very place, Hallelujah. in this very time, Hallelujah. you have gathered us here, Lord. Yes. Hallelujah. And because you brought us here, Amen. we know, Lord, that you are here too. Yes. Hallelujah. And because you are here, Lord, Yes. Hallelujah. we know that you are going to speak to us. Amen. Hallelujah. Speak to us, Lord. Hallelujah. Speak to us. Hallelujah. Speak to me. Hallelujah. Speak through me. Hallelujah. And bless us with the message Amen. that we Hallelujah. will take Hallelujah. outside to the world and Hallelujah. glorify you. Hallelujah. We ask in the mighty precious name of our Lord and Master Jesus Christ. Amen. Amen. Hallelujah. Today I am going to talk about a donkey. Hallelujah. ഇന്ന് പകൽക്കാലം ഞാനൊരു കഴുതയെക്കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കഴുത தான் பத்தி பேச போகிறேன். Hallelujah. കഴുതയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. But behold, this is an anointed and blessed donkey. Hallelujah. എന്നാൽ ഇത് ഒരു അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകമുള്ള കഴുതയാണ്. Because the Lord has a need for this donkey. Amen. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവിന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. Hallelujah. 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 Luke 19:29 to 31. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 29 to 31. 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. Someone please read in Malayalam. ഇത് പറഞ്ഞിട്ട് അവൻ മുൻപായി നടന്നു കൊണ്ട് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. അവൻ ഒലിവുമലയരികെ ബേത്ഫഗയ്ക്കും ബഥാന്യയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. അതിനെ അഴിക്കുന്നത് എന്തെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. Jesus said, the Lord, tell them the Lord has a need for me, for this donkey. കർത്താവ് അവരോട് ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവേ. Before I go into my message, let me tell you 3 basic general facts about a donkey. വചനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കഴുതയെക്കുറിച്ച് 3 പരമപ്രധാനമായ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Number 1. ഒന്നാമത്തേത്, a donkey is a dumb, dull and ignorant animal. കഴുത എന്ന് പറയുന്നത് അറിവില്ലാത്ത, അഴുക്ക് വരണ്ട, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മൃഗമാണ്. Number 2. രണ്ടാമത്തേത്, the donkey is usually used to carry heavy loads of weight. ഒരുപാട് ഭാരം ചുമക്കുവാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്ന ഒരു മൃഗമാണ് കഴുത എന്ന് പറയുന്നത്. In South India, in Tamil Nadu, the donkeys are used to carry dirty linen by the laundryman, by the dhobi. തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ തുണി അലക്കുന്ന ആൾക്കാർ അവരുടെ വൃത്തികെട്ട തുണികളൊക്കെ ചുമക്കുവാൻ വേണ്ടി കഴുതയെ ഉപയോഗിക്കുന്നതായി കാണാറുണ്ട്. അഴുക്ക് തുണി മൂട്ട, അഴുക്കുള്ള തുണികൾ ചുമക്കുവാൻ വിധിക്കപ്പെട്ട കഴുത. Number 3. മൂന്നാമത്തേത്, a donkey is usually an ignored and rejected animal. മൂന്നാമത്തേത്, കഴുത ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു മൃഗമാണ് കഴുത എന്ന് പറയുന്നത്. You will not find a donkey on the main roads. നിങ്ങൾക്ക് ഒരിക്കലും ഒരു കഴുതയെ പ്രധാന വീഥികളിൽ കാണുവാൻ കഴിയുകയില്ല. It will be always on the side streets or on the outskirts of the towns and villages. ടൗണിന്റെ അല്ലെങ്കിൽ ഒരു പട്ടണത്തിന്റെ പുറം ലോകത്ത് അല്ലെങ്കിൽ ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്ത് ഒഴിഞ്ഞ കോണുകളിൽ മാത്രമേ കഴുതയെ കാണുവാൻ കഴിയുകയുള്ളൂ. Now coming to the message. നമ്മുടെ വചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരാം. Number 1, the donkey is a dull, dumb and ignorant animal. ഒന്നും അറിയാത്ത, അഴുക്ക് വരണ്ട, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മൃഗമാണ് കഴുത. I was dumb and dull and ignorant too. ഞാനും അതുപോലെ തന്നെ ആരാലും അറിയപ്പെടാത്ത, അഴുക്ക് വരണ്ട ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. For 50 years of my life, I did not know the word of God. 50 വർഷക്കാലം ദൈവത്തിന്റെ വചനം അറിയാതെ ഞാൻ ജീവിച്ചു. I had never ever read a single word from the Bible with my eyes. എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരു വാക്ക് പോലും ദൈവവചനത്തിൽ നിന്ന് വായിക്കുവാൻ ഇടയായിരുന്നില്ല. I had never touched the Bible in 50 years of my life. Amen. 50 വർഷത്തെ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവവചനം എടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. But then one night, എന്നാൽ ഒരു രാത്രിയിൽ I lost my sight.
എന്റെ കാഴ്ച എനിക്ക് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. Until 6 years ago, I was a financial controller of several 5-star hotels. അതുവരെ അനേക പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ കണക്കിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ഫിനാൻഷ്യൽ കൺട്രോളർ ആയിരിക്കുകയായിരുന്നു ഞാൻ. I was a regional financial controller in charge of the entire Middle East and entire North Africa for one of the largest 5-star hotel group of hotels. Amen. ഒരു വലിയ ഹോട്ടൽ ഗ്രൂപ്പിന്റെ മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്ക കൺട്രീസിന്റെയും ഫിനാൻഷ്യൽ കൺട്രോളർ അതിന്റെ ഇൻചാർജായി കർത്താവിനദാസൻ വർക്ക് ചെയ്യുകയായിരുന്നു. I had everything: money, power, luxurious living, cars, bungalows, bank balance, everything I had. എന്റെ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ ഈ ലോകപരമായി നോക്കിക്കഴിഞ്ഞ എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളും കാറുകളും ബംഗ്ലാവുകളും പണവും ആവശ്യത്തിന് എല്ലാ ലോകത്തിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. But I did not know Jesus. എന്നാൽ കർത്താവിനെ അറിയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. I did not have Jesus as my personal savior. കർത്താവിനെ രക്ഷിതാവ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരുന്നില്ല. Then one night, എന്നാൽ ഒരു രാത്രിയിൽ, within 6 hours in a local hospital, 6 മണിക്കൂറിനുള്ളിൽ ഒരു രാത്രിയിൽ, in a local hospital here in the Gulf, ഈ ഗൾഫിന്റെ പ്രദേശത്തെ ഒരു ആശുപത്രിയിൽ I lost my complete sight and became totally 100% blind. കർത്താവിന്റെ ദാസൻ 100% കണ്ടു കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. Darkness. ഇരുട്ട് മാത്രം. Darkness. ഇരുട്ട് മാത്രം. It's all around me. ഇരുട്ട് മാത്രം കർത്താവിന്റെ ദാസന് ചുറ്റുമുണ്ട്. It was a nightmarish, hellish, scary, very fearful darkness. ഒന്നും ചിന്തിക്കുവാൻ കഴിയാത്ത വളരെ ഭയപ്പെടുത്തുന്ന ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നു പോകാനിടയായി തീർന്നു. Suddenly losing my sight, suddenly being in the darkness, I was very scared. എന്റെ കാഴ്ച കർത്താവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ വളരെ ഭയചകിതനായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിരാശയുടെ അവസ്ഥയിലേക്ക് താൻ ആയിത്തീരുവാനിടയായി തീർന്നു. ഞാൻ ഭയന്നു പോണേ. ദൈവം ഭയமாக இருந்தது. താൻ ഭയന്നു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ആശ്ചര്യപ്പെട്ട് താൻ ഇരിക്കുവാനിടയായി തീർന്നു. എങ്കു പാർത്താലും ഇരുട്ട്, ഭയന്നു പോണേ. എവിടെ നോക്കിയാലും ഇരുട്ട് മാത്രം. ഭയന്ന് പേടിച്ച് ഭയന്ന് I cried, I shouted, I screamed. ദാസൻ നിലവിളിക്കുവാനും കരയുവാനും അലമുറയിടാനും തുടങ്ങി. അലതേൻ, കലറിനേൻ, കത്തിനേൻ. I was scared. താൻ ഭയന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. There was no one around me. Even my 2 little children who were only 3 years and 1.5 years at the time, I could not see them. കർത്താവിന്റെ ദാസന് 2 കുഞ്ഞുങ്ങളുണ്ട്. വളരെ ചെറിയ 1.5 വയസ്സും 3 വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ പോലെ കാണുവാൻ തനിക്ക് കഴിഞ്ഞില്ല. I can hear my wife crying, but I cannot see her face. I cannot see her tears. കർത്താവിന്റെ ദാസന്റെ ഭാര്യ കരയുന്നത് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ പ്രിയ ഭഗ്നിയുടെ മുഖം കാണുവാൻ തനിക്ക് കഴിയുന്നില്ല. I was slipping, falling, failing. താൻ വീഴുവാനും എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വലിയ നിരാശയുടെ അനുഭവത്തിനായി തീരുവാനിടയായി തീർന്നു. I was very depressed and frustrated. വളരെ നിരാശയിൽ എന്ത് ചെയ്യണം, എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയാതെയുള്ള വലിയ അവസ്ഥയിൽ താനായി തീർന്നു. എനിക്ക് യാരെ പാർത്താലും കോപമാ വന്നത്. ആരെ കണ്ടാലും ദേഷ്യം വരുന്ന ഒരു സ്വഭാവത്തിലേക്ക് താൻ മാറ്റപ്പെട്ടു. I was angry with everyone. കാണുന്നവരോടെല്ലാം തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ദേഷ്യപ്പെടുന്ന സ്വഭാവത്തിലേക്ക് താനായി തീർന്നു. I was angry with this God who I did not believe at the time. കർത്താവിന്റെ ദാസൻ വിശ്വസിക്കാത്ത ദൈവത്തെ വളരെയധികം കോപത്തോടെ ശപിക്കുവാൻ തുടങ്ങി. Then one night some of my friends and well-wishers took me to a pastor. നല്ലൊരു രാത്രിയിൽ എന്നെ വളരെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചിലർ ചേർന്ന് എന്നെ ഒരു ദൈവദാസന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നു. This pastor laid his hands on my eyes and prayed. ആ കർത്താവിന്റെ ദാസൻ തന്റെ കരങ്ങൾ ഈ ദാസന്റെ മേൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. He was repeatedly saying one thing again and again. ഒരു കാര്യം താൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുവാനിടയായി തീർന്നു. In the name of Jesus, receive your sight. യേശുവിന്റെ നാമത്തിൽ കാഴ്ച വരട്ടെ എന്ന് താൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. Again and again, over and over he was saying, in the name of Jesus, receive your sight. വീണ്ടും യേശുവിന്റെ നാമത്തിൽ കാഴ്ച പ്രാപിക്കുക എന്ന് താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. Suddenly I felt a bright light exploding inside my head. ഉടനെ തന്നെ വലിയൊരു പ്രകാശം താൻ കാണുന്നത് പോലെ ഒരു അവസ്ഥയിലേക്ക് താൻ മാറ്റപ്പെട്ടു. A very bright light, like flash lightning. വലിയ ഒരു മിന്നൽ പോലെയുള്ള ഒരു പ്രകാശം താൻ കാണുവാനിടയായി തീർന്നു. I felt my entire body being illuminated. തന്റെ ശരീരത്തിൽ വളരെയധികം ശോഭ തേജസ് ഇറങ്ങി വരുന്ന ഒരു അനുഭവത്തിലേക്ക് താൻ മാറ്റപ്പെട്ടു. വലിയ വെളിച്ചം. വലിയ ഒരു വെളിച്ചം തന്റെ മുകളിലേക്ക് വ്യാപരിക്കുന്നതായി തനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചു. At that time I heard someone whispering my name. എന്നാൽ ആ സമയത്ത്
ആരോ എന്റെ പേര് എന്റെ ചെവിയിൽ മന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ ആയിത്തീർന്നു. Someone was calling me very softly my name. താങ്കളുടെ ദാസനെ ആരോ വളരെ നേർത്ത ശബ്ദത്തിൽ വിളിക്കുവാനിടയായി തീർന്നു. And I knew it was Jesus. എനിക്ക് മനസ്സിലാവാൻ സാധിച്ചത് കർത്താവല്ലാതെ മറ്റാരുമല്ല. Amen, hallelujah! ഹല്ലേലൂയ! Because at that time when I heard the voice, the fear in me left me. I did not feel scared anymore. കർത്താവിന്റെ ശബ്ദം കേട്ട മാത്രയിൽ തന്റെ ഭയമെല്ലാം പോയി. There was no fear anymore. Amen, hallelujah! ഭയമില്ല, ധൈര്യപ്പെടുവാനിടയായി തീർന്നു. Hallelujah! ഹല്ലേലൂയ! That night when we came back home, I told my wife, I asked my wife, can we read the Bible? ഹല്ലേലൂയ! താൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നു തന്റെ ഭാര്യയോട് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, നമുക്ക് വചനം വായിക്കുവാൻ കഴിയുമോ? She laughed. അവൾ ചിരിക്കുവാൻ തുടങ്ങി. Because for 50 years of my life, until that night, I had never ever touched the Bible. കഴിഞ്ഞ 50 വർഷക്കാലം ദൈവവചനം കൈകൊണ്ട് തൊടുകയോ വായിക്കുവാനോ ശ്രമിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു. I had never ever gone anywhere near a Bible. I will not go near a Bible. ഒരു വേദപുസ്തകത്തിന്റെ അടുക്കൽ കൂടി പോലും താൻ പോയിട്ടില്ല. Forget touching, forget reading. I did not touch the Bible. ഞാനത് തൊടുക മാത്രമല്ല, അതിന്റെ 7 അയലത്ത് പോലും ഞാൻ പോകുവാൻ ഇടയായി തീർന്നില്ല. I did not know how or where to start reading the Bible. എങ്ങനെ വചനം വായിക്കണം, എങ്ങനെ അത് ധ്യാനിക്കണമെന്ന് തനിക്ക് അറിയാതെയിരുന്നു. I told my wife, I'll pray whatever I know about prayer. I do not know how to pray. I'll mumble some words. Then I tell you to open the Bible. When I tell you, you open the Bible and read the first passage, first message your eyes see. ഞാനിങ്ങനെ താനിങ്ങനെ പറയുവാനിടയായി തീർന്നു. എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ വചനം ധ്യാനിക്കണമെന്ന് അറിയത്തില്ല. എങ്കിലും നീ ഒരു കാര്യം ചെയ്യണം, താൻ പറയുമ്പോൾ ദൈവവചനം തുറന്നിട്ട് ആദ്യം കാണുന്ന പാസേജ് അല്ലെങ്കിൽ വചനം എനിക്ക് വേണ്ടി വായിച്ചു തരണമെന്ന് അപേക്ഷിക്കുവാൻ തുടങ്ങി. She opened the Bible at random and first letter was Hebrews 12:2. താൻ അങ്ങനെ വചനം വായിക്കുവാൻ തുടങ്ങി. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിലെ 2-ാം വാക്യം. Hebrews 12:2. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് ലക്ഷ്യമാക്കി സിംഹാസനത്തിന് വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ആ വാക്യമാണ് താൻ വായിച്ചത്. First passage I read in 50 years after becoming blind also through the borrowed eyes of my wife. It tells me, yes, നോക്ക്. 50 വർഷക്കാലം വചനം വായിക്കാത്ത കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനായ അവസ്ഥയിൽ ദൈവം എനിക്ക് തന്ന വചനമാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. The first passage tells me, look up to Jesus. യേശുവിനെ നോക്കുക എന്ന വചനമാണ് എനിക്ക് ആദ്യം ദൈവം എന്റെ ജീവിതത്തിൽ തരുവാനിടയായി തീർന്നത്. I was surprised because ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. I am blind. How can I look at Jesus or anyone? എനിക്ക് കാഴ്ചയില്ല, ആരെയും കാണുവാൻ കഴിയത്തില്ല, എങ്കിലും വചനം പറയുന്ന യേശുവിനെ നോക്കുവാൻ. I asked my wife once again, open at random and read. ഒരിക്കൽ കൂടി ദൈവവചനം തുറന്ന് എനിക്ക് വേണ്ടി വായിക്കുവാൻ ഭക്തിയോടെ താൻ ആവശ്യപ്പെട്ടു. And this time she read John 16:13. John 16:13. 16:13 വീണ്ടും ലഭിക്കുവാൻ ഇടയായി തീർന്നു. When the Spirit of truth comes, He will guide you into all truth. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. Hallelujah. I was shocked because I am blind. I do not know what is the truth, and the Bible tells me the Spirit of truth will come and show you all truth. Amen. വചനം കേട്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുമെന്ന വാക്യം എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. I hurried my wife. Once again, read again. ഒരിക്കൽ കൂടി വായിക്കുവാൻ തന്നെ ഭക്തിയെ ഉത്സാഹിപ്പിച്ചു. And this time she read John 14:6. എന്നാൽ ആ സമയത്ത് യോഹന്നാൻ 14:6 വാക്യം ലഭിക്കുവാനിടയായി തീർന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. Amen. Hallelujah. 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 As a blind man, I have lost my way. I do not know what is the truth. I do not know where is my life going. അന്ധനായി എങ്ങോട്ട് പോകണം, എന്റെ വഴി എനിക്ക് കാണുവാൻ കഴിയാത്ത അവസ്ഥയിൽ
ദൈവത്തിന്റെ വചനം കർത്താവിന്റെ ദാസനോട് ഇങ്ങനെ അരുളി ചെയ്തു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. And Jesus tells me, I am the way, I am the truth, I am the life. Amen. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. Hallelujah. ഹല്ലേലൂയ. I told my wife that night, startling, shivering, shaking, sweating. I told my wife, one last time in the midnight, open the Bible and read last time. ഞാൻ ഭയപ്പെട്ട് വളരെ വിയർത്ത് കുളിച്ച ഒരവസ്ഥയിലായിത്തീർന്നു. തന്റെ പത്നിയോട് ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ കൂടി ഒരു അവസാന വാക്യം എനിക്ക് വേണ്ടി നീ വായിക്കണം. She closed, she opened and she read John 8:12. എന്നാൽ തനിക്ക് ലഭിച്ചത് യോഹന്നാൻ 8:12 വാക്യമാണ്. സ്തോത്രം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, യേശു പിന്നെ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നു ഇരുൾ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. Amen. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Whoever follows me will never walk in darkness but will have the light of life. Amen. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഹല്ലേലൂയ. That's it. That's it. That's it. അതാണ് എനിക്ക് ലഭിച്ച വാക്യം. ഹല്ലേലൂയ. On that midnight I knew the Bible was talking to me. ആ രാത്രിയിൽ കർത്താവിന്റെ ദാസൻ കാര്യം മനസ്സിലാക്കി. ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം കർത്താവ് തന്നെ എന്നോട് സംസാരിക്കാൻ. I knew the word of God was talking to me. ഓ, ദൈവത്തിന്റെ വചനം തന്നോട് സംസാരിക്കുന്നത് താൻ മനസ്സിലാക്കി. Bible is known as the word of God because the word of God talks. ഹല്ലേലൂയ. ബൈബിള് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു. കാരണം എന്ന് ചോദിച്ചാൽ ഈ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്ന വചനമാണ്. Bible talks. വചനം നമ്മോട് സംസാരിക്കുന്ന വചനമാണ്. The word of God talks. ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കും. Jesus talks. യേശു കർത്താവ് നമ്മോട് സംസാരിക്കും. God talks. ദൈവം നമ്മോട് സംസാരിക്കും. That midnight I realized that ഒരു കാര്യം എനിക്ക് മനസ്സിലായി. I realized that night that Bible is the medium through which God talks. രാത്രികാലം ഒരു സത്യം കർത്താവിന് മനസ്സിലായി. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. I realized that Bible is the medium through which Jesus talks and we can talk to Jesus. Amen. ഹല്ലേലൂയ. താൻ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും, നാം ദൈവത്തോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. Hallelujah. ഹല്ലേലൂയ. From that night every time I read Bible and every time I read Bible Jesus talks to me. Amen. അന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ വചനം വായിക്കുവാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. Hallelujah. Amen. ഹല്ലേലൂയ. Now coming back to my message. നമ്മുടെ വചനത്തിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി വരാം. Not only me, for 50 years I did not know the word of God. I was dumb and ignorant. ഞാനും കർത്താവിന്റെ ദാസനും അനേക വർഷങ്ങൾ ഈ കഴിഞ്ഞയെ പോലെ ഒന്നും അറിയാതെ അഴുക്ക് വരേണ്ട അവസ്ഥയിൽ ജീവിക്കുവാനിടയായി തീർന്നു. But most Christians are also do not know the word of God. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ലോകത്തിലെ അനേക ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവരും ഇതേ അവസ്ഥയിൽ ദൈവത്തെ അറിയാതെ ജീവിക്കുകയാണ്. Most of the time people know word of God only through the passages that they hear being read in the church. പലപ്പോഴും സഭയിൽ വരുമ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ അത് മാത്രമാണ് നാം ചിന്തിക്കാറും വായിക്കാറുമുള്ളത്, അറിയാറുള്ളത്. When they leave the church, they forget the word of God and they forget Jesus. അവർ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ദൈവവചനം വായിക്കുകയോ യേശുവിനെ ഓർക്കുകയോ ചെയ്യാതെ മറന്നു കളയുന്ന അവസ്ഥകളിൽ ആയിത്തീരാറുണ്ട്. Recently, a survey was conducted in America. അടുത്തിടെ അമേരിക്കയിൽ ഒരു സർവേ നടത്തപ്പെട്ടു. It said that most Americans, 78.8% Americans, 80% of Americans know only 10 passages from the Bible from their memory. ആ സർവേയുടെ ഫലം ഇതായിരുന്നു, ഏതാണ്ട് 80% ആൾക്കാർക്ക് 10 വാക്യങ്ങൾ പോലും അവരുടെ മനഃപ്പാഠമായിട്ട് അവർക്ക് അറിയാത്ത അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. They cannot remember more than 10 passages of the Bible from their memory. 10ൽ കൂടുതൽ വാക്യങ്ങൾ അവരുടെ ഓർമ്മയിൽ ഇരിക്കാത്ത അവസ്ഥയിലാണ് 80% കൂടുതൽ അമേരിക്കക്കാരുമായിരിക്കുന്നത്. If you want to know about someone, you must know what he or she talks. നാം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്നതും പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. If you want to know about Woman Chandy, you want to know about Rahul Gandhi, Modi, Obama, or anyone, even your father, mother, brothers, sisters, your friend, if you want to know about anyone, about them, then you must know what they speak. നാം ഒരു വ്യക്തിയെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പിതാവോ മാതാവോ ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരോ ആയി തീരട്ടെ, അവർ പറയുന്നത് നാം കേൾക്കുവാൻ ഇടയായി തീരണം. அவர் யாராக இருந்தாலும் அவரை பற்றி அறிய வேண்டும் என்றால் அவர் என்ன சொல்கிறார் என்று
നമുക്ക് തെരിയ വേണ്ടും. അവർ ആരായിരുന്നാലും അവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ അവർ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. If you want to know about Jesus, യേശുവിനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ you must know what he speaks. കർത്താവ് എന്താണ് പറയുന്നതെന്ന് നാം മനസ്സിലാക്കണം. You must know what he spoke. കർത്താവ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. Jesus never wrote anything. കർത്താവ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. Jesus only spoke. കർത്താവ് താൻ സംസാരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. All the words of Jesus are spoken words of Jesus. Amen. കർത്താവിന്റെ വാക്കുകളെല്ലാം താൻ തിരുവായി മുഴുവൻ പറഞ്ഞ വാക്യങ്ങൾ മാത്രമാണ്. Amen. Hallelujah. Matthew, Mark, Luke and John, they wrote, but Jesus only spoke. മത്തായി, മാർക്കോസും ലൂക്കോസും യോഹന്നാനും കർത്താവ് പറഞ്ഞ വാക്യങ്ങൾ എഴുതുവാൻ കഴിഞ്ഞു. എന്നാൽ കർത്താവ് ഒരു വാക്ക് പോലും എഴുതിയിട്ടില്ല. And Jesus still speaks. കർത്താവ് ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Today Jesus speaks. ഇന്ന് പകൽക്കാലം നമ്മുടെ ഇടയിൽ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Now Jesus speaks. ഇപ്പോൾ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Through the Bible Jesus speaks. ദൈവവചനത്തിലൂടെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Through the gospel Jesus speaks. സുവിശേഷത്തിലൂടെ യേശു കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. If you read the gospel, he will speak to you. നിങ്ങൾ സുവിശേഷം വായിക്കുന്നുവെങ്കിൽ യേശു കർത്താവ് നിങ്ങളോട് സംസാരിക്കും. He speaks to me. കർത്താവിന്റെ ദാസനോടും എന്നോടും എല്ലാവരോടും ദൈവവചനം കർത്താവ് സംസാരിക്കുന്നു. Number 2, the donkey is used to carry dirty linen. രണ്ടാമത്തെ കാര്യം, കഴുതയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വളരെ വൃത്തികെട്ട ഭാരം ചുമക്കുന്ന ഒരു കഴുതയെ നമുക്ക് കാണുവാൻ സാധിക്കും. From the time of Adam, all of us also carrying dirty sins. ആദാമിന്റെ കാലം മുതൽ നാം പരിശോധിക്കുകയാണെങ്കിൽ മാനവരാശി അഴുക്ക്, പാപത്തിന്റെ അഴുക്കും ചുമന്നുകൊണ്ട് നടക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് നാം കാണുവാൻ കഴിയും. We have more sins now. We have new sins now. നാം ഈ ആധുനിക ലോകത്തിൽ പുതിയ പുതിയ പാപങ്ങൾ കണ്ടുപിടിച്ചത് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നാം ആയിരിക്കുകയാണ്. And Satan also has become very strong now. അത് കാരണം സാത്താനും വളരെ ശക്തനായി തീർന്നിരിക്കുകയാണ്. Satan is no more the little snake on the tree with an apple. അന്ന് ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വയെ പരീക്ഷിക്കുവാൻ കടന്നു വന്ന ചെറിയ പാമ്പല്ല ഇന്ന് സാത്താൻ. Satan is a technocrat now. ഇന്ന് അവൻ വളരെ തന്ത്രശാലിയായി മാറിയിരിക്കുകയാണ്. He is very advanced. അവൻ വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു. He has terrorists and terrorist bombs. അവന് തീവ്രവാദികളുടെ കയ്യിലുള്ള ബോംബ് പോലുള്ള മാരക ആയുധങ്ങൾ അവന്റെ കയ്യിൽ ഇന്ന് Nitrogen, hydrogen and atom bombs. എല്ലാ വിധത്തിലുള്ള ബോംബുകളും ഇന്ന് അവന്റെ പക്കലുണ്ട്. He has new diseases. പുതിയ പുതിയ അസുഖങ്ങൾ തന്റെ പക്കലുണ്ട്. Hey, chikungunya, muttongunya, beefgunya, monkey flu, swine flu, ghost flu, you name it, bird flu, flus in the air, flus in the sky, flus in the water. Everywhere there's a disease. Amen. ഈ ലോകത്തിൽ പുതിയ പുതിയ രോഗങ്ങൾ പിശാച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. പേര് പറഞ്ഞാൽ നാം ജീവിതത്തിൽ കാണുന്ന എല്ലാത്തിന്റെ പേരിൽ രോഗങ്ങളായി തീർന്നിരിക്കുകയാണ്. There is internet pornography, internet sex. ഇന്റർനെറ്റ് പോർണോഗ്രാഫി എന്ന് പറയുന്ന ഇന്റർനെറ്റ് സെക്സിന്റെ ഒരു ലോകം തന്നെയുണ്ട്. There is Facebook. ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഉണ്ട്. People share dirty pictures to the Facebook. അനേക ഫേസ്ബുക്കിലൂടെ അനേകർ വൃത്തികെട്ട അനേക രംഗങ്ങൾ അല്ലെങ്കിൽ പടങ്ങൾ, ചിത്രങ്ങൾ, വീഡിയോകൾ അവർ ദർശിക്കുന്നു. All these are weapons of Satan. ഇതെല്ലാം പിശാചിന്റെ തന്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കണം. Jesus wants to change that. യേശു കർത്താവ് അതിനെയൊക്കെ ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. For that Jesus needs you and me today. Yes, അതുകൊണ്ട് കർത്താവിന് ഇന്ന് പകൽക്കാലം നമ്മെ ആവശ്യമുണ്ട്. Hallelujah. Number 3, a donkey is ignored and a rejected animal. മൂന്നാമതായി നാം കണ്ടു, കഴുത എന്ന് പറയുന്നത് എല്ലാവരും തിരസ്കരിക്കപ്പെട്ട, ആരും ബഹുമാനിക്കാത്ത, ആരാലും കരുതപ്പെടാത്ത ഒരു മൃഗമാണ് കഴുത. Many of us are also ignored several times in our lives. നാമും നമ്മെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും എല്ലാവരും ത്യജിക്കപ്പെട്ട അവസ്ഥയിൽ നാമുമായി തീർന്നിട്ടുണ്ട്. At the workplaces, our boss, our managers, our company heads, they ignore us, they reject us. They do not know our abilities, our talents. പലപ്പോഴും നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കാതെ നമ്മുടെ കമ്പനിയിലെ മാനേജർമാരും ബോസുമാരും ഒക്കെ ഒരു പക്ഷേ നമ്മെ തിരസ്കരിക്കുന്ന, ത്യജിക്കുന്ന, മനസ്സിലാക്കാത്ത, അംഗീകരിക്കാത്ത അവസ്ഥയിൽ നാമുമായി തീർന്നിട്ടുണ്ട്. Several times our juniors become promoted. പലപ്പോഴും നമ്മുടെ താഴെയിലുള്ള അർഹതയില്ലാത്ത അനേകർ നമ്മുടെ മുകൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടുണ്ട്. We miss our increments and promotions. പലപ്പോഴും നമുക്ക് ലഭിക്കേണ്ട നന്മകൾ നമുക്ക് ലഭിക്കാതെ, ഉദ്യോഗ കയറ്റങ്ങൾ ലഭിക്കാത്ത അവസ്ഥയിൽ നാം തിരസ്കരിക്കപ്പെട്ട അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. Several times our friends ignore and walk away from us. പലപ്പോഴും നാം സ്നേഹിച്ച, നമ്മെ കരുതുമെന്ന് കരുതിയ നമ്മുടെ സ്നേഹിതന്മാർ പോലും നമ്മെ അറിയാത്ത ഭാവത്തിൽ നമ്മെ വിട്ട് കടന്നു പോയിട്ടുണ്ട്. Many times our family members insult us.
പലപ്പോഴും നമ്മുടെ ബന്ധുമിത്രാദികൾ നാം വളരെ സ്നേഹിക്കുന്ന നാം കരുതുന്ന പലരും നമ്മെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞ് നമ്മെ കളിയാക്കിയിട്ടുണ്ട്. I was ignored and insulted too. കർത്താവിന്റെ ദാസനെയും പല നിലകളിൽ പലരും അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. Until 6 years ago, when I was the finance controller, people used to fix appointments to see me. പലപ്പോഴും കർത്താവിന്റെ ദാസൻ 50 വർഷത്തിന് മുൻപേ അല്ലെങ്കിൽ 6 വർഷത്തിന് മുൻപേ താൻ ഫിനാൻഷ്യൽ കൺട്രോളർ ആയിരിക്കുമ്പോൾ അനേകർ തനിക്ക് വേണ്ടി ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ച് തന്നെ കാണുവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന അവസരങ്ങളുണ്ട്. Friends and relatives were always around me. എന്നാൽ തന്റെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും തന്റെ ചുറ്റുപാടും എപ്പോഴും ഉണ്ടായിരുന്നു. But when I lost my job and my career and my eyes, the so-called friends flew away. എന്നാൽ തന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ താൻ കൂട്ടുകാരെന്ന് കരുതിയ താൻ സ്നേഹിച്ച തന്റെ എല്ലാ കൂട്ടുകാരും തന്നെ വിട്ട് ഓടിപ്പോകുവാനിടയായി തീർന്നു. Most of the family members walked away. താൻ സ്നേഹിച്ച തന്റെ ബന്ധുമിത്രാദികൾ പലരും തന്നെ വിട്ടിട്ട് ഓടിപ്പോകുവാനിടയായി തീർന്നു. I was left only with my pathetic wife and 2 little sons in darkness, alone. കർത്താവിന്റെ ദാസനും തന്റെ പത്നിയും തന്റെ 2 ആൺപൈതങ്ങളും അവർ മാത്രമായി മറ്റെല്ലാവരും അവരെ ഉപേക്ഷിച്ച് കടന്നു പോകാനിടയായി തീർന്നു. My heart was bleeding. തന്റെ ഹൃദയം തേങ്ങിക്കൊണ്ട് രക്തം വാർന്നൊലിക്കുന്ന അവസ്ഥയിൽ താനായിത്തീർന്നു. ഹൃദയത്തിൽ നിന്നും രക്തം വാർന്നു പോകുന്ന അവസ്ഥയിലേക്ക് താൻ മാറ്റപ്പെട്ടു. And in that bleeding heart, Jesus came and said, ആ രക്തം വാർന്നു പോകുന്ന ഹൃദയത്തിന്റെ അവസ്ഥയിൽ തന്റെ ആ നിർണായക നിമിഷത്തിൽ യേശു തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. രക്തം വാർന്നു പോയി രക്തം നിറഞ്ഞു നിന്ന ആ ഹൃദയത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വരുവാനിടയായി തീർന്നു. എന്തുകൊണ്ട്? Mark 4:14. മർക്കോസിന്റെ സുവിശേഷം 4:14. Mark 4:14. The sower sows the word. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. Sow the word of God in your heart. You will find Jesus growing. ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കുകയാണെങ്കിൽ യേശു കർത്താവ് നമ്മിൽ വളരുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉங்கள் இதயத்தில் வார்த்தையை விதைத்து பாருங்கள், கர்த்தர் വളരുവാൻ. ഉള്ളിൽ വളരുവാനിടയായി തീരും. Jesus never forsakes. കർത്താവ് ഒരിക്കലും നമ്മെ ഉപേക്ഷിച്ച് കളയുന്ന കർത്താവല്ല. Jesus never leaves. യേശു കർത്താവ് നമ്മെ വിട്ട് ഓടിപ്പോകുന്ന കർത്താവല്ല. He never leaves you. ഒരിക്കലും നമ്മെ കൈവിടാത്ത നമ്മുടെ യേശു കർത്താവ്. Jesus cares and shares. നമ്മെ കരുതുകയും നമ്മെ പുലർത്തുകയും ചെയ്യുന്ന യേശു കർത്താവ്. Jesus needs you today. കർത്താവിന് നമ്മെ ഓരോരുത്തരെയും ആവശ്യമുണ്ട്. The Lord has a need for you and me today. Amen. കർത്താവിന്റെ പകൽക്കാലം എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ആവശ്യമുണ്ട്. Why does the Lord need you? എന്തിനു Why does the Lord need you? എന്തിനു വേണ്ടി കർത്താവ് നിങ്ങളെ ആവശ്യപ്പെടുന്നു? Why does the Lord need the donkey? എന്തിനു കർത്താവിന് കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്? The Lord needed the donkey to take him to the people. കർത്താവിന് തന്നെ ജനത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി കഴുതയെ ആവശ്യമുണ്ട്. For the same reason Jesus needs you and me today. അതേ കാരണം ലോകത്തിന്റെ ഇടയിലേക്ക് യേശു കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ കഴുതയായി നിന്നെയും എന്നെയും കർത്താവ് ആഗ്രഹിക്കുന്നു. To take him and his words to the people, Jesus needs you and me today. Amen. കർത്താവിന്റെ വചനം ഈ ലോകത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. Are you ready? നിങ്ങൾ തയ്യാറുണ്ടോ? Are you ready? നിങ്ങൾ തയ്യാറാണോ? Are you ready for Jesus? യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? There are rewards for you in that. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് There are gifts for you in that. നിങ്ങൾക്ക് അനേക പ്രതിഫലങ്ങൾ ലഭിക്കുവാൻ കഴിയും. There are prizes for you in that. അനേക സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ കഴിയും. What did the donkey receive? കഴുതയ്ക്ക് എന്താണ് ലഭിക്കുന്നത്? For taking Jesus to the people, did the donkey receive any rewards? കർത്താവിനെ യേശുവിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് കഴുതയ്ക്ക് എന്തെങ്കിലും പ്രതിഫലം ലഭിക്കാറുണ്ടോ? Luke 19:35-36. Luke 19:35-36. 19:35-36 ലൂക്കോസ്. We can see the donkey's gift there. അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയുടെ മേലിട്ടു യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒരു മലയുടെ ഇറക്കത്തിലെടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തിയെക്കുറിച്ച് സന്തോഷിച്ച് അത്യുന്നത ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പറഞ്ഞു.
Amen. Hallelujah. The donkey received 3 fantastic rewards. അവിടെ ഈ കഴുതയ്ക്ക് 3 പ്രതിഫലങ്ങൾ ലഭിക്കുവാനിടയായി തീർന്നു. 3 magnificent rewards. വളരെ അതിശയകരമായ മഹത്തരമായ 3 പ്രതിഫലങ്ങൾ തനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. Number 1, ഒന്നാമത്തേത്, the donkey which was carrying dirty linen until that time, താൻ അഴുക്ക് തുണികൾ ചുമന്നിരുന്ന കഴുത, when it was brought to Jesus, the apostles, the anointed, the blessed apostles put their clothes, the scarf, the salt on the donkey. താൻ കഴിഞ്ഞ കാലങ്ങളിൽ അഴുക്ക് വൃത്തികെട്ട തുണികൾ ചുമന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ നല്ല വസ്ത്രം ആ കഴുതയുടെ മേൽ വിരിക്കുവാനിടയായി തീർന്നു. The donkey was anointed. കഴുത അവിടെ അഭിഷേകത്താൽ നിറയപ്പെട്ടു. Number 2, രണ്ടാമത്തേത്, the greatest reward of early time, the greatest reward of all time. വളരെ എല്ലാ കാലത്തെയും ഏറ്റവും മികച്ച പ്രതിഫലം തനിക്ക് ലഭിക്കുവാനിടയായി When the തീർന്നു. apostles put their clothes on the donkey, Jesus sat on the donkey. ഏറ്റവും മഹത്തരമായ പ്രതിഫലം തനിക്ക് രണ്ടാമത് ലഭിച്ചു. അപ്പോസ്തലന്മാർ തന്റെ വസ്ത്രം കഴുതയുടെ മേൽ ഇട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്റെ മേൽ ഇരിക്കുവാനിടയായി തീർന്നു. Amen. Hallelujah. 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 Soon as Jesus sat on the donkey entered the Bible. ആ കർത്താവ് കഴുതയുടെ മേൽ കയറിയപ്പോൾ ആ കഴുതയെക്കുറിച്ച് ദൈവവചനത്തിൽ വായിക്കുവാൻ അല്ലെങ്കിൽ എഴുതപ്പെടുവാനിടയായി തീർന്നു. Today, 2000 years later, whenever you read Jesus, Luke 19, you have to read the donkey in that. എന്നാൽ 2000 വർഷത്തിന് ശേഷം ഇപ്പോഴും ഈ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഈ കഴുതയെക്കുറിച്ച് നമുക്ക് വായിക്കേണ്ടതായി വരുന്നു. Kings, queens, emperors, rich men, rich women are not there in the Bible, but donkey is there in the Bible. ലോകത്തിലെ അനേക മഹാന്മാർ, രാജാക്കന്മാർ, വീര്യപ്രവർത്തികൾ ചെയ്തവരെ കുറിച്ച് ഈ വചനം പറയാതിരിക്കുമ്പോൾ ഈ പാവം കഴുതയെക്കുറിച്ച് വചനത്തിൽ എഴുതപ്പെടുവാൻ Because of one reason only, one reason. ഒരു കാരണം മാത്രമേ അതിനുള്ളൂ. Because Jesus sat on the donkey. യേശു കർത്താവ് അതിന്റെ മേൽ ഇരിക്കുവാനിടയായി തീർന്നു. Amen. ഹല്ലേലൂയ. Number 3, when Jesus sat on the donkey went on to the main road. എന്നാൽ താൻ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഉൾമുറികളിൽ അല്ലെങ്കിൽ ആരും തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ കിടന്ന കഴുത രാജവീതിയിലേക്ക്, പ്രധാന സ്ഥലങ്ങളിലേക്ക് താൻ നടന്നെടുക്കുവാനിടയായി തീർന്നു. Until then the donkey was kicked away, driven away from the main road to the side streets, to back streets, to outskirts. അതുവരെ പട്ടണങ്ങളിൽ നിന്നും പ്രധാന വീതികളിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് പട്ടണത്തിന്റെ ഗ്രാമങ്ങളുടെ ഉള്ളറയിൽ കഴിഞ്ഞിരുന്ന കഴുത പ്രധാന സ്ഥലങ്ങളിലേക്ക് താൻ വരുവാനിടയായി തീർന്നു. But when Jesus sat on the donkey went on the main road, and when it entered the main road, the people lined on both streets, the apostles, the rich men and women, the noble men and women, they put their valuable, precious, expensive clothes on the road. കർത്താവ് തന്റെ പുറത്ത് കയറിയപ്പോൾ താൻ പ്രധാന സ്ഥലങ്ങളിലേക്ക് കഴുതയ്ക്ക്, പ്രധാന വീതികളിലേക്ക് കഴുത വരുവാനിടയായി തീർന്നു. അപ്പോസ്തലന്മാരും അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാരും എല്ലാവരും തന്റെ വിലയേറിയ വസ്ത്രങ്ങളൊക്കെയും അതിന്റെ മുൻപാകെ വിരിച്ച് അതിന്റെ പുറത്തുകൂടെ താൻ സഞ്ചരിക്കുവാനിടയായി തീർന്നു. Did Jesus walk on the clothes? കർത്താവ് ഈ വസ്ത്രത്തിന്റെ മുകളിൽ കൂടെ നടന്നു. The donkey walked on the clothes. എന്നാൽ ഈ കഴുതയാണ് ഈ വസ്ത്രങ്ങളുടെ മുകളിൽ നടക്കുന്നത്. Along with Jesus, the യേശു donkey. കർത്താവിനെ ചുമന്നുകൊണ്ട് കഴുത ഈ വിലയേറിയ വസ്ത്രങ്ങളുടെ മുകളിൽ കൂടെ നടക്കുവാനിടയായി തീർന്നു. Along with Jesus, the donkey received all the appreciation, all the hosanna, all the hallelujah. The donkey also received. യേശു കർത്താവിനെ ചുമന്നതുകൊണ്ട് ഈ കഴുതയ്ക്ക് ഈ വളരെ ആളുകൾ അതിനെ പുകഴ്ത്തുവാനും അതിനെ അനേക പുകഴ്ത്തുവാൻ വേണ്ടി തുടങ്ങി. സ്തോത്രം. Now listen to the important message. നമ്മുടെ പ്രധാന ഭാഗത്തിലേക്ക്, വചനത്തിലേക്ക് കടന്നു വരാം. Now listen very carefully. വളരെ ശ്രദ്ധയോടെ നാമായിരിക്കണമേ. I am a blind man. കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ I ഞാനായിരിക്കുന്നു. cannot walk properly also. യഥാർത്ഥ രീതിയിൽ നടക്കുവാൻ തനിക്ക് കഴിയുന്നില്ല. I am a complete stranger to all of you, except to Pastor Simon. No one knows me here. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സൈമൺ ഒഴികെ ആർക്കും എന്നെ ഇവിടെ പരിചയമില്ല. I am a stranger here. വളരെ തികച്ചും അപരിചിതനായ ഒരു വ്യക്തിയാണ്. But today I am standing in the center of your church, in your pulpit, in your altar. എന്നാൽ താൻ അന്ധനായിരിക്കുന്ന അവസ്ഥയിൽ തനിക്ക് ആരാലും അറിയപ്പെടാതിരിക്കുമ്പോഴും ഈ സഭയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവിന്റെ ദാസനെ ശക്തീകരിച്ചു. Do you know why? എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ? Because this morning I brought Jesus to you. Amen. യേശു കർത്താവിനെ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് എന്നെ ഇവിടെ മാനിക്കുവാൻ. I have brought the word of God to you. ദൈവത്തിന്റെ വചനത്തിന് കർത്താവിന്റെ ദാസനിലൂടെ ദൈവം I have സംസാരിക്കുന്നു. brought the word of God to you. ദൈവത്തിന്റെ വചനം കർത്താവ്. Hallelujah. ഹല്ലേലൂയ. Clap your hands. I'm glorious. ഹല്ലേലൂയ. നിങ്ങൾക്ക്
Praise the Lord. You know why? എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? Do you know why? എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? Like how you fill petrol in the car, ഒരു കാറിൽ എങ്ങനെ നാം അതിന് ഇന്ധനം നിറയ്ക്കുന്നുവോ, I fill myself with the word of God. കർത്താവിന്റെ ദാസൻ തന്റെ ഉള്ളിൽ ദൈവവചനം നിറയ്ക്കുവാനിടയായിത്തീരുന്നു. Every word that came from Jesus' mouth, I fill myself with it. Amen. യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്യങ്ങൾ, വചനങ്ങൾ തന്റെ ഉള്ളിലേക്ക് താൻ നിറയ്ക്കുന്നു. I do not have eyes. I cannot read. കാണുവാനോ വായിക്കുവാനോ കണ്ണുകൾ ഇല്ല, കാഴ്ചയില്ല. But I let my wife read to me every day, every minute. And I receive it in my heart, soul and spirit. Amen. ആമേൻ. കർത്താവിന്റെ ദാസി വായിച്ചു കൊടുക്കുന്ന വചനങ്ങൾ തന്റെ ഉള്ളിലേക്ക് നിറച്ചുകൊണ്ട് താൻ കടന്നു വരുന്നു. You know what I receive for that? അതിനെന്താണ് പ്രതിഫലം ലഭിക്കുന്നതെന്ന് അറിയാമോ? Do you know what reward I get for filling myself with the word of God? ദൈവവചനം തന്നിൽ നിറയ്ക്കുന്നതിന് ദൈവം എന്ത് പ്രതിഫലമാണ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാമോ? I am a man who had never ever touched the Bible. ഒരിക്കൽ പോലും ദൈവവചനം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ. I have never ever read the Bible or read the word of God from the Bible. ഒരിക്കൽ പോലും ദൈവവചനം വായിച്ചിട്ടില്ലാത്ത വ്യക്തി. But a leading reputed ministry church from North Carolina and America came and took me to London. വളരെ മാന്യതയുള്ള വലിയ ഒരു ചർച്ച് കടന്നു വന്ന കർത്താവിന്റെ ദാസനെ ലണ്ടനിലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നു. They took me to London to preach the gospel. ദൈവത്തിന്റെ വചനം സുവിശേഷം സംസാരിക്കുവാൻ വേണ്ടി ലണ്ടനിലേക്ക് തന്നെ അവർ ക്ഷണിച്ചു. They took me to London to preach the word of God to the local, to the British. അവിടെയുള്ള ബ്രിട്ടീഷ് ജനതയോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ഈ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു. To the British, to the local, to educated people, to preach the word of God. A man who had never ever touched the Bible. ഒരിക്കൽ പോലും ദൈവവചനം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത, ദൈവവചനം സ്വന്തം കണ്ണുകൊണ്ട് വായിച്ചിട്ടില്ലാത്ത കർത്താവിന്റെ ദാസനെ അവിടുത്തെ ലോക്കൽസിന്റെ ബ്രിട്ടീഷുകാരുടെ ഇടയിലേക്ക് ദൈവവചനം സംസാരിക്കുവാൻ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ തീർന്നു. Is it possible? അങ്ങനെ സംഭവിക്കുമോ? A man who cannot read and write. When somebody becomes blind, he cannot read and write. ഒരുവന് കാഴ്ച നഷ്ടപ്പെട്ടാൽ അവന് വായിക്കുവാനോ എഴുതുവാനോ കഴിയത്തില്ല. A man who cannot read and write wrote 2 books. എഴുതുവാനോ വായിക്കുവാനോ കഴിയാത്ത ഒരു വ്യക്തിയെ കൊണ്ട് 2 പുസ്തകങ്ങൾ ദൈവം എഴുതിപ്പിച്ചു. Deliverance to Delicacies. My first book sold 3,000 plus copies. തന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ 3000-ൽ പരം കോപ്പികൾ വിറ്റഴിയുവാനിടയായി തീർന്നു. My second book, Fabulous 5-Star Foodies, that talks about 100 international 5-star hotels recipes. 100 പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ ആഹാരത്തിന്റെ വിവരണങ്ങളെ കുറിച്ച് രണ്ടാമത്തെ പുസ്തകങ്ങൾ വിവരിക്കുവാൻ ദൈവം തന്നെ ശക്തിപ്പെടുത്തി. It will make your kitchen into 5-star hotel kitchen. നിങ്ങളുടെ അടുക്കളകളെ ഒരു വലിയ പഞ്ചനക്ഷത്ര നിലവാരത്തിലേക്ക് ആ പുസ്തകം എത്തിക്കുവാനിടയായി തീരും. I was interviewed by 11 TVs and 22 newspapers in UAE. Manorama, Pratima, Badhyama, all newspapers, all Malayalam newspapers put my pictures. Gulf News and TVs, Asianet, Jaigin TV, I don't even know the name, but the Manorama, all the TVs gave interviews, published interviews about me in the TVs. ഈ യുഎഇയിൽ അനേക വാർത്താമാധ്യമ ചാനലുകൾ തന്നെ ഇന്റർവ്യൂ ചെയ്യുവാനും വാർത്താമാധ്യമ പത്രങ്ങൾ തന്റെ പടങ്ങൾ എടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. Is that possible? അങ്ങനെ സംഭവിക്കുമോ? A blind man who cannot read or write graduated Master of Divinity under Professor Simon. കണ്ണു കാണുവാനോ എഴുതുവാനോ വായിക്കുവാനോ കഴിയാത്ത ഒരു വ്യക്തിക്ക് MDiv കർത്താവിന്റെ ദാസനിൽ പഠിച്ച് ബിരുദം, ഒരു മാസ്റ്റർ ബിരുദം നേടുവാൻ സാധിക്കുമോ? I was not even attending classes. ഞാൻ ക്ലാസുകൾ സംബന്ധിക്കുവാൻ പോലും കഴിയാറില്ലായിരുന്നു. In 1 month I attend only 1 class. ഒരു മാസത്തിൽ ഒരു ക്ലാസ് മാത്രം തനിക്ക് അവിടെ സംബന്ധിക്കുവാൻ കഴിയുള്ളൂ. It was a very tough course. Pastor Simon will tell you that. It was a very tough course. വളരെ കാഠിന്യമേറിയ ഒരു കോഴ്സായിരുന്നു അത്. There were several assignments, presentations, exams. ഒരുപാട് അസൈൻമെന്റുകളും പ്രസന്റേഷനുകളും ഹോംവർക്കുകളും തനിക്ക് ചെയ്യേണ്ടതായിരുന്നു. I graduated with that. എന്നാൽ അതിൽ വിജയിക്കുവാൻ ദൈവം Is that possible? അങ്ങനെ സംഭവിക്കുമോ? സാധ്യമാണോ? A leading university seminary honored me with a PhD, with a doctorate. Is that possible? ഒരു ഉന്നത യൂണിവേഴ്സിറ്റി തനിക്ക് ഡോക്ടറേറ്റ് കൊടുത്ത് തന്നെ ബഹുമാനിച്ചു. അത് സാധ്യമാണോ? A church ordered me, trained and ordered me as a pastor. ഒരു full-time evangelist.
ഒരു സഭ തന്നെ ഒരു മുഴുവൻ സമയ ശുശ്രൂഷകനായി അഭിഷേകം ചെയ്ത് സ്ഥാനം കൊടുക്കുവാനിടയായി തീർന്നു. Now a leading international ministry has invited me to Uganda to lead 300 pastors on a leadership conference. ഒരു 300 പേരുള്ള ദൈവദാസന്മാരുടെ വലിയൊരു ശുശ്രൂഷ ഒരു കോൺഫറൻസിൽ ലീഡ് ചെയ്യാൻ വേണ്ടി കർത്താവിന്റെ ദാസനെ ഒരു വലിയ ഇന്റർനാഷണൽ മിനിസ്ട്രി ഓർഗനൈസേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. Indian Bible Mission has invited me to conduct a 3-day convention for public for the breakthrough and revival convention and conference. ഇന്ത്യയിലുള്ള വലിയൊരു സംഘടന 3 ദിവസത്തെ വലിയൊരു കൺവെൻഷൻ നടത്തുവാൻ അനേകരോട് ദൈവവചനം പറയുവാൻ പഠിപ്പിക്കുവാൻ തന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. A blind man, a cripple, is that all possible? കാഴ്ചയില്ലാത്ത ഒരു കാര്യവും സ്വയമേ ചെയ്യുവാൻ കഴിയാത്ത ഒരു മനുഷ്യന് ഇതൊക്കെ സാധ്യമാണോ? London, Master of Divinity, PhD, pastor, books, going to Uganda and India, I cannot even walk from there to here. Is that possible? ഒരു ഇഞ്ച് പോലും സ്വയമായി നടക്കുവാൻ കഴിയാത്ത വായിക്കുവാനോ എഴുതുവാനോ കഴിയാത്ത ഒരു വ്യക്തിയെ കുറിച്ച് സംഭവിക്കുമോ? Yes, it is possible. Yes, ഇത് സംഭവിക്കും. You know why? എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ? Philippians 4:13. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം Philippians 4:13. I can do all things. I can do all things. I can do all things to Christ who strengthens me. Amen. Yes, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു. Read it again in Malayalam. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. Amen. Amen. I can do all things. എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. You can do all things. നിങ്ങൾക്കെല്ലാം ചെയ്യാൻ You can do all things. നിങ്ങൾക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. If I can do one, you can do 1,000. എന്നെ കർത്താവിന്റെ ദാസൻ ഒരു കാര്യം ചെയ്യുവാൻ കഴിയുമെങ്കിൽ കാഴ്ചയുള്ള നിങ്ങൾക്ക് 1000 കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. If I take one step, you can take 10 steps. ഒരു സ്റ്റെപ്പ് കർത്താവിന്റെ ദാസൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് 10 സ്റ്റെപ്പ് വെക്കുവാൻ കഴിയും. If I get one reward, you can get 100 rewards. കർത്താവിന്റെ ദാസൻ ഒരു പ്രതിഫലം ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് 100 കണക്കിന് പ്രതിഫലങ്ങൾ ലഭിക്കുവാൻ ഇടയായി തീരും. All you have to do is have faith in Jesus. യേശുവിൽ വിശ്വസിക്കുവാൻ നീ തയ്യാറുണ്ടോ? Believe in Jesus. യേശുവിൽ വിശ്വസിക്കുവാൻ ഞാൻ തയ്യാറുണ്ടോ? Now watch this carefully. Listen to this carefully. He who believes in him will have eternal life. John 3:15. He who believes in him will never perish. John 3:16. He who believes in him will never be condemned. John 3:18. He who believes in him will never thirst or hunger. John 6:35. He who believes in him will never be cast out. John 6:37. He who believes in him, living water will flow out of his mouth. John 7:38. He who believes in him will live even if he dies. John 11:25. Amen. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ ഹല്ലേലൂയ ദൈവം ശക്തനാക്കുന്നു. ഹല്ലേലൂയ. അവന് വേണ്ടി ഒരു നിത്യത ദൈവം ഒരുക്കിയിരിക്കുന്നു. താൻ കഷ്ടപ്പെടുവാനോ ഹല്ലേലൂയ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകാനോ ദൈവം അനുവദിക്കുന്നില്ല. തന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Acts 16:31. Believe in Lord Jesus. You will be saved. You and your household. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Acts 16:31. അപ്പോസ്തല പ്രവൃത്തികൾ 16:31 നാം ഇങ്ങനെ വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Believe in Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക. You will be saved. You and your household. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. I am closing now. I will say just one thing. വചനം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ. When I lost my sight, when I did not know the word of God, കർത്താവിന്റെ ദാസന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ തനിക്ക് ദൈവവചനം അറിയാതിരുന്നപ്പോൾ when I lost my sight, when I did not know the word of God, I was like a sheep thrown in a corner. In a corner, I was a sheep. ഒരു ആട്ടിൻകുട്ടി ഒരു മൂലയിൽ എല്ലാവരുമായി ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ അവസ്ഥയിൽ താനായി തീർന്നു. Today, filling myself with the word of God. എന്നാൽ ദൈവത്തിന്റെ വചനം ഇന്നെന്റെ ഉള്ളിൽ നിറച്ചപ്പോൾ, Today, filling myself with the power of the gospel. സുവിശേഷത്തിന്റെ ശക്തി എന്റെ ഉള്ളിൽ നിറച്ചപ്പോൾ, Holding the mic, became pulpits for my Christ. കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വന്നുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കാൻ ദൈവം ഉപയോഗിച്ചു. I roar like a lion. Amen. ഒരു സിംഹത്തിനെ പോലെ ക്രിസ്തുവിന് വേണ്ടി ഗർജിക്കുവാൻ തന്നെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. Hallelujah. A sheep has become a lion. Amen. ഹല്ലേലൂയ. ഒരു ആട്ടിൻകുട്ടി ഒരു സിംഹമായി മാറി. Hallelujah. ഹല്ലേലൂയ. I roar from
Ajman to Abu Dhabi. Amen. ഹല്ലേലൂയ. അജ്മാനിൽ നിന്ന് അബുദാബിയിലേക്ക് താൻ And today to Fujairah. Amen. ഫുജാറിലേക്ക് താൻ സഞ്ചരിക്കുന്നു. Praise God. ഹല്ലേലൂയ. May all the glory go to the Heavenly Father. Blessed be your name, Jesus. Thank you, Jesus. Thank you, Pastor. Thank you, church. All of you will be blessed. May the power of the Holy Spirit visit upon all of us. Amen. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുമാറാകട്ടെ. Receive the power of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഹാലേലൂയ അനുഭവിച്ചാട്ടെ. In the ഹല്ലേലൂയ. name of Jesus. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഹല്ലേലൂയ. Receive the power of the Holy Spirit. ആമേൻ. ഹല്ലേലൂയ. Amen. Hallelujah. ഹല്ലേലൂയ. Hallelujah. എല്ലാവർക്കും നന്ദി.